ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബിഗ് ബോസ് ടോക്സ് ഈ ആഴ്ചത്തെ കണ്ടൻറ്റുകളാണ്. അപ്പോൾ ഈ ആഴ്ച ഇതുവരെ വോട്ടിംഗ് ഒക്കെ വളരെയധികം ഒരു ആയിട്ട് നടക്കുന്നുണ്ട്. ആദില എവിക്റ്റ് ആയിട്ടുണ്ട്. മിഡ് വീക്ക് എവിക്ഷനായിട്ട് ഇന്ന് ആദില ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞു. സ്റ്റോർ റൂം വഴിയാണ് ആദില പോകുന്നതെന്ന് നമുക്കറിയാൻ സാധിച്ചത്. അത്യാവശ്യം വിഷമൊക്കെ കുത്തിവെച്ചിട്ടാണ് ആദില പോയത്. വളരെ ചീപ്പ് എന്താ പറയുക, തറ ഗെയിം കളിച്ചുകൊണ്ടാണ് അതിൽ പോയിരിക്കുന്നത്. ഇത്രയും വൃത്തിയായിട്ട് കണ്ടൻറ്റ് പറഞ്ഞ വേറെ പ്ലെയർ ഉണ്ടാകില്ല. പിന്നെ വോട്ടിംഗ് റിസൾട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനം അത് അനീഷ് ഭദ്രമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷേ ടൈറ്റ് കോമ്പറ്റീഷനായിട്ട് അനിമോൾ കൊടുക്കുന്നുണ്ട്. അനിമോളിൻ്റെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഏത് നിമിഷം മാറി മറിയുന്നൊരു കോമ്പറ്റീഷൻ അനിമോളിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അനിമോളിൻ്റെ അകത്ത് അതിന് ഭയങ്കര ബ്ലെയിം ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും പക്ഷേ അതൊന്നും ഏൽക്കുന്നില്ല. കാരണം അനിമോളിൻ്റെ വോട്ടിംഗ് അതുപോലെ തന്നെ തുടർന്ന് പോകുന്നുണ്ട്. മൂന്നാം സ്ഥാനം നോക്കിയിട്ടുണ്ടെങ്കിൽ മൂന്നാം സ്ഥാനം ഷാനവാസാണ്. ബിഗ് ബോസ് സീസൺ തുടങ്ങിയപ്പോൾ തൊട്ട് എല്ലാവരും പറഞ്ഞതാണ് അനീഷ്, അനു, ഷാനവാസ്. ഒരു 50 ആയപ്പോഴത്തേക്ക് ഈ 3 പേരിൽ ആരെങ്കിലും ഒരാൾ ഫസ്റ്റ് അടിക്കും. ഇപ്പം ഷാനവാസ് ഏതായാലും ഫസ്റ്റ് അടിക്കില്ല. തേർഡ് ഷാനവാസിന് ഉറപ്പാണ്. അത് താഴെ ഷാനവാസ് പോകാൻ സാധ്യതയില്ല. കാരണം മൂന്നാം സ്ഥാനം തൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് ഷാനവാസ് വെച്ചിട്ടുണ്ട്. നാലാം സ്ഥാനത്ത് നൂറയാണുള്ളത്. നൂറ വലിയ കാഴ്ചകളിൽ ഇപ്പം ആദില ഔട്ടായതുകൊണ്ട് ആദിലയുടെ വോട്ടും കൂടെ കിട്ടും നൂറയ്ക്ക്. അപ്പം അതിൻ്റെ ഒരു ബെനിഫിറ്റ് കാണാതിരിക്കില്ല. അതുമാത്രം നമ്മൾ നോക്കിയിട്ട് കാണുന്നൊരു ബെനിഫിറ്റ്. ബാക്കി നമുക്ക് നൂറയുടെ വോട്ടിംഗ് റിസൾട്ടാണ് എല്ലാവരെയും ഞെട്ടിച്ചേക്കുന്നത്. പിന്നെ ആദില വന്നു കഴിയുമ്പോഴത്തേക്കും ആ വോട്ടും കൂടെ നൂറയ്ക്ക് ഇഷ്ടംപോലെ തന്നെ കിട്ടും. അതുകൊണ്ട് കുറേ വോട്ട് വരും. ചിലപ്പോൾ ഒരു വേരിയേഷൻ ആദ്യത്തെ ടോപ്പ് 5-ക്കകത്ത് ചെറിയൊരു വേരിയേഷൻ നൂറയ്ക്ക് കൊണ്ടുപോകാൻ സാധിക്കുമായിരിക്കും. ഇപ്പോൾ അക്ബറുമായിട്ട് കട്ട ഫൈറ്റാണ്. കാരണം അക്ബർ 5-ാം സ്ഥാനത്ത് നിന്നുണ്ട്. അക്ബറിന് അത്യാവശ്യം വോട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ വോട്ടുകൾ അക്ബറിന് കിട്ടുന്നുണ്ട്. മേ ബി ആദിലയുടെ ഒരു വോട്ടിങ്ങിൻ്റെ ഫാൻസ് മിക്കവരും 90%, 99% എന്താ പറയുക, നൂറയ്ക്ക് തന്നെയാണ് പോകുന്നത്. അതിനകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് അക്കോർഡിംഗ്ലി ഇപ്പം ഇതൊട്ട് അക്ബർ അവിടെ സ്ഥാനത്തുണ്ട്. ബട്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ മോസ്റ്റ് അക്ബർ 5-ാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഡേഞ്ചർ സോണിലുള്ളത് നെവിനാണ്. നെവിൻ മിക്കവാറും ഒന്നെങ്കിൽ അടുത്ത ദിവസം വല്ല നെവിൻ പുറത്താകും. കാരണം ഫൈനൽ ഡേയിൽ നെവിൻ കാണില്ല. കാരണം ടോപ്പ് 5-ൻ്റെ റിസൾട്ടാണ് ഫൈനൽ ഡേ വരുന്നത്. മിക്കവാറും ശനിയാഴ്ച കഴിഞ്ഞ സീസൺ മുമ്പത്തെ സീസൺ സെറീനയെ ലാലേട്ടൻ വന്നുകൊണ്ട് അതുപോലെ നെവിനെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലാലേട്ടൻ വരുന്നില്ല, അല്ലെങ്കിൽ എവിക്റ്റായി പോവുക ചെയ്യുമായിരിക്കും. പിന്നെ റിയൽ ജൂലേഴ്സിൻ്റെ അവാർഡ് ഇത്തവണ അടിച്ചിരിക്കുന്ന ആര്യനാണ്. ആര്യൻ നല്ല ചിൽമൂടി വന്ന എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ആര്യൻ തന്നെയാണ് റിയൽ ജൂവലേഴ്സിൻ്റെ 4 പോയിൻറ്റോട് കൂടി ആര്യൻ അന്ന് നേടിയത്. 3 പോയിൻറ്റോടെ അക്ബറാണ് 2-ാം സ്ഥാനത്തുള്ളത്. അത് ആര്യന് ഞായറാഴ്ച കിട്ടുന്നതായിരിക്കും. പിന്നെ ശൈത്യ വന്ന് കുത്തിത്തിരിപ്പിൻ്റെ ആസ്ഥാനമാണ്. അപ്പോൾ ശൈത്യയുടെ കുത്തിത്തിരിപ്പ് വേഷം തീർന്നിട്ട് ആദ്യം വേഷം കുത്തി വെക്കുന്ന ഒരു സീനാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നമുക്ക് ഓടിയിടാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഇടാത്തതാണ്. എന്ന് പറഞ്ഞാൽ ശൈത്യയും ആദിലയും കൂടെ ഭയങ്കര നെഗറ്റീവ് അടിയാണ് അനിമോളിനെതിരെ. ഇത്രയും ദിവസം അനിമോളുടെ കൂടെ നിന്നിട്ട് അനിമോൾ അന്ന് അങ്ങനെ പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞാണ് ആദില ഇപ്പോൾ നടക്കുന്നത്. കാരണം അന്ന് അനിമോളുടെ കൂടെ നിന്ന് എനിക്ക് കുറേ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ ആദില നിന്ന്. ഇന്ന് അനിമോളുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവളുടെ വോട്ടും കൂടെ അനിമോളിന് പോയാലോ എന്ന് പേടിച്ചാണ് അനിമോളുമായിട്ട് അടിച്ചു പിരിയാൻ വേണ്ടിയുള്ള തിരപ്പ്. ഇത്രയൊരു വേഷം നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. ബൈ. Like, share,